വിസ്മയങ്ങളുടെ കലവറയായ ബഹിരാകാശം മറ്റൊരു മാറ്റത്തിന് കൂടി വേദിയാകുന്നു. ബഹിരാകാശ നിലയങ്ങൾ പലത് വന്നെങ്കിലും ലോകത്തിൽ ആദ്യമായി ഒരു സ്വകാര്യ ബഹിരാകാശ നിലയം ഉടൻ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ഹാവൻ 1 എന്ന് പേരിട്ടിരിക്കുന്ന ഈ ബഹിരാകാശ നിലയം സ്വകാര്യ അമേരിക്കൻ ബഹിരാകാശ കമ്പനിയായ വാസ്പേസ് ആണ് വികസിപ്പിക്കുന്നത്. 2026 വിക്ഷേപണം ചെയ്യാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപിക്കുന്ന ഒരു സിംഗിൾ മൊഡ്യൂൾ ബഹിരാകാശ നിലയമായിരിക്കും ഹാവൻ 1. സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ തന്നെ വഴിയാകും ഹാവൻ 1 ബഹിരാകാശ നിലയത്തിലേക്ക് യാത്രികരെയും എത്തിക്കുക. 10 ദിവസം വരെയുള്ള ഹ്രസ്വകാല ക്രൂ ദൗത്യങ്ങൾക്കായി ഈ ബഹിരാകാശ നിലയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഓരോ ദൗത്യത്തിലും 4 ക്രൂ അംഗങ്ങൾ ഉണ്ടായിരിക്കും. അവസാന വെൽഡിംഗ് പൂർത്തിയായ ശേഷം കമ്പനി ലൈഫ് സപ്പോർട്ട് ഉപകരണങ്ങളും ഒരു വലിയ ഡോ വിൻഡോയും ഹാവൻ 1-ൽ സ്ഥാപിക്കും. ഈ ബഹിരാകാശ നിലയത്തിന് നാസയുടെ പിന്തുണയുമുണ്ട്. നാസയുടെ മേൽനോട്ടത്തിൽ ഹാവൻ 1 അതിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഹാവൻ 1 ബഹിരാകാശ നിലയം വലിപ്പത്തിൽ ചെറുതാണ് എന്നാണ് വാസ്പേസ് നൽകുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. സിലിണ്ടർ മൊഡ്യൂൾ ഏകദേശം 45 ക്യൂബിക് മീറ്റർ ഇന്റീരിയർ സ്ഥലം നൽകും. ഏകദേശം ഒരു ടൂർ ബസിന്റെ വലിപ്പം. 4 ചെറിയ ക്രൂ ക്വാർട്ടേഴ്സുകളും സയൻസ് ഗിയറിനുള്ള ലോക്കറുകളും ഡൈനിങ്ങും പരീക്ഷണങ്ങൾക്കുള്ള ഒരു പൊതു സ്ഥലവും ഈ ബഹിരാകാശ നിലയത്തിൽ ഉണ്ടാകും. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്യാപ്സ്യൂൾ ഉപയോഗിച്ചാകും യാത്രികരെ നിലയത്തിലെത്തിക്കുക. 4 ബഹിരാകാശ യാത്രികർക്ക് 10 ദിവസം വരെ ഇതിൽ കഴിയാം. ഓപ്പൺ ലൂപ്പ് രൂപകൽപ്പനയിൽ ഷട്ടിൽ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയാണ് ഇതിന്റെ ലൈഫ് സപ്പോർട്ട് പ്രവർത്തിക്കുന്നത്. ഹാവൻ 1 പ്രൈമറി ഹാൾ പൂർണ്ണമായും കൂട്ടിയോജിപ്പിച്ച് പെയിന്റിംഗ് ചെയ്തിട്ടുണ്ടെന്നും ടെക്നീഷ്യന്മാർ നിലവിൽ സ്റ്റേഷൻ ഹാച്ച്, 1.1 മീറ്റർ ഡോംഡ് വിൻഡോ തുടങ്ങിയ പ്രധാന സംവിധാനങ്ങൾ സ്ഥാപിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും waspace.com പറയുന്നു. 14 ടൺ ഭാരമുള്ള ഈ മൊഡ്യൂൾ പിന്നീട് സംയോജിപ്പിക്കും. 2026 തുടക്കത്തിൽ നാസ ഗ്ലെൻ റിസർച്ച് സെന്ററിൽ ഇത് വൈബ്രേഷൻ, തെർമൽ വാക്വം പരിശോധനകൾക്ക് വിധേയമാക്കും. ഫാൽക്കൺ 9 ഉപയോഗിച്ച് ഹാവൻ 1-നെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ സ്പേസ് എക്സ് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പുതിയ വാണിജ്യ ബഹിരാകാശ യാത്രയിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായിരിക്കും ഈ ബഹിരാകാശ നിലയമെന്ന് പ്രതീക്ഷിക്കുന്നു. സൂര്യനിൽ നിന്നുള്ള കൊറോണൽ മാസ് ഇജക്ഷൻ ചന്ദ്രന്റെ നേർത്ത അന്തരീക്ഷത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ആദ്യത്തെ നിരീക്ഷണം നടത്തി ഇന്ത്യയുടെ 2ാം ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 2. ഓർബിറ്റിലുള്ള ചന്ദ്രാസ് അറ്റ്മോസ്ഫിയർ കോമ്പോസിഷൻ എക്സ്പ്ലോറർ 2 ഉപകരണം ഉപയോഗിച്ചാണ് ഇത് നിരീക്ഷിച്ചത്. സൗരവാതം അന്തരീക്ഷത്തിൽ പതിച്ചപ്പോൾ പകൽ സമയത്തെ ചന്ദ്രന്റെ എക്സോസ്ഫിയറിന്റെ മർദ്ദം വർദ്ധിച്ചതായി ISRO അറിയിച്ചു. ഇങ്ങനെ സ്വാധീനമുണ്ടാക്കുന്നുവെന്ന് നേരത്തെ സൈദ്ധാന്തികമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ആദ്യമായി നിരീക്ഷിച്ചത് ചന്ദ്രയാൻ 2 ഓർബിറ്റ് ആണെന്നും അത്യപൂർവമായി മാത്രമാണ് അങ്ങനെ ഒരു അവസരം ലഭിക്കുകയെന്നും ISRO കൂട്ടിച്ചേർത്തു. ചന്ദ്രന്റെ എക്സോസ്ഫിയറിനെയും ബഹിരാകാശ കാലാവസ്ഥ പ്രതിഭാസങ്ങളെയും മനസ്സിലാക്കുന്നതിൽ നിർണായകമാണ് ഈ കണ്ടെത്തൽ. ഭാവിയിൽ ചന്ദ്രനിൽ സ്ഥിരവാസത്തിന് അനുയോജ്യമായ താവളങ്ങൾ ഒരുക്കാനുള്ള പദ്ധതികൾക്ക് നേരിട്ടേക്കാവുന്ന വെല്ലുവിളികൾ സംബന്ധിച്ച സൂചനയും ഇത് നൽകുന്നു. 2019 ജൂലൈ 22-ന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് GSLV Mark 3 M1 റോക്കറ്റിലാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. ഓഗസ്റ്റ് 20-ന് പേടകം ചന്ദ്രനെ ചുറ്റി ഭ്രമണപഥത്തിലെത്തി. ദൗത്യത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന വിക്രം ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടിരുന്നു. എങ്കിലും ഭ്രമണപഥത്തിലെ ഓർബിറ്റർ ഇപ്പോഴും സജീവമാണ്.